ഒന്നാം പിണറായി സർക്കാർ നിയമിച്ചത് പ്രകാരം ജോലി ചെയ്യുന്നവരാണ് ഇവരെല്ലാവരും. എല്ലാ വർഷവും മാർച്ച് 31 അവരെ സേവനം അവസാനിപ്പിക്കുകയും ജൂൺ 1 പുനരാരംഭിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് കഴിഞ്ഞ 9 വർഷമായി ഈ 241 പേർ വയനാട്ടിലും അതുപോലെ പാലക്കാടും മലപ്പുറത്തും എല്ലാം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ വർഷം പുതുതായിട്ട് ഇൻ്റർവ്യൂ നടത്തുകയാണ്. 9 വർഷമായി ജോലി ചെയ്തവരെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ അത് പലർക്കും ജോലി നഷ്ടപ്പെടാനിടയാക്കും. ഞങ്ങൾ ഈ സമരത്തിലൂടെ മെൻ്റർ ടീച്ചർമാർ ഉന്നയിക്കുന്നൊരാവശ്യം കഴിഞ്ഞ 9 വർഷം ചെയ്തതുപോലെ തന്നെ അവർ പുനർനിയമനം നടത്തി ഒഴിവുള്ള പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ നടത്തുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. മാത്രമല്ല, പുതിയ വിജ്ഞാനപ്രകാരം 45 വയസ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 9 വർഷമായിട്ട് ജോലി ചെയ്യുന്നവർ ഇനി അവിടെ പോയിട്ട് വേറെന്ത് ജോലി ചെയ്യാനാണ്? തികച്ചും മനുഷ്യത്വരഹിതമായിട്ടാണ് അത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ TTC B.Ed തുടങ്ങിയ യോഗ്യത വേണം. അതിലൊരു ഇളവ് കൊടുത്തിട്ട് +2കാർക്കും ആവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TTCക്കാരെ ഒഴിവാക്കി B.Edകാരെ ഒഴിവാക്കി അധ്യാപക പരിശീലനം നേടിയവരെ ഒഴിവാക്കി തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂത്രപ്പണിയാണ് അതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും, ആർക്കും തിരിച്ചറിയാൻ വേണ്ടി കഴിയും. അതാണ് അതിലുള്ള മറ്റൊരു കാര്യം. പുതുതായിട്ട് ആളുകൾ എടുക്കുന്നതിന് നമുക്ക് യാതൊരു തടസ്സവുമില്ല. പക്ഷേ നിലവിലുള്ള ഒഴിവിലേക്ക് എത്ര ഒഴിവുണ്ട് കണക്കാക്കി എടുക്കാം. ഇനി അതല്ല, കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കണം, ആദിവാസി ജനവിഭാഗങ്ങൾക്കെന്ന താല്പര്യം നിലവിലുള്ള ഗവൺമെൻറ്റിനുണ്ടെങ്കിൽ എല്ലാ വിദ്യാലയങ്ങളിലും ആദിവാസി വിദ്യാർത്ഥികളുടെ എണ്ണം ഒരേപോലെയല്ല. വളരെയധികം വിദ്യാർത്ഥികളുള്ള കൂടുതൽ ഡിവിഷനിലുള്ള സ്കൂളുകളിൽ എണ്ണം വർദ്ധിപ്പിച്ചോട്ടെ, അവിടെ കൂടുതൽ അധ്യാപകരെടുത്തോട്ടെ, അതിനൊന്നും ഞങ്ങൾക്ക് തടസ്സമേ ഇല്ല. ഈ രീതിയിൽ നിലവിലുള്ള അധ്യാപകരെ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് വേണ്ടി സ്കൂളുകൾ തുറന്നിട്ടിപ്പോൾ 10-18 ദിവസമായി. ഗോത്രബന്ധു പദ്ധതി പ്രകാരം മെൻ്റർ ടീച്ചർമാർ വലിയ സേവനമാണ് ആദിവാസി മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. 9 വർഷമായി സേവനം നടത്തുന്നവരെ ഒരു ഭരണമാറ്റത്തെ തുടർന്ന് ആ ഭരണമാറ്റത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനാണ് ഞങ്ങൾ എതിർക്കുന്നത്. നേരത്തെ ഉള്ളവർ ജോലി ചെയ്തവർക്ക് ജോലി ചെയ്യാനുള്ള അവകാശം വേണം. തുടർന്ന് പുതുതായിട്ട് ഒഴിവുള്ള ആൾക്കാരെ എടുക്കുന്നതിന് കുഴപ്പമില്ല. പുതിയ ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല. അതിനോടൊക്കെ നമുക്ക് യോജിപ്പേ ഉള്ളൂ. ഒരിക്കൽ ഇൻ്റർവ്യൂ നടത്തി യോഗ്യത നേടി തുടർച്ചയായിട്ട് നിയമനം നേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് ഇപ്പോൾ ഒഴിവാക്കി. അത് ഈ മേഖലയിൽ അനാവശ്യമായ സംഘർഷം ഉണ്ടാക്കുക എന്നുള്ള ബോധപൂർവമായ ഇടപെടലാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. ഗവൺമെൻറ് അതിന് പിന്തിരിഞ്ഞ് ഈ കഴിഞ്ഞ 9 വർഷമായി ജോലി ചെയ്യുന്ന മുഴുവൻ ആൾക്കാരെയും എടുക്കണമെന്നും തുടർന്ന് ഒഴിവുള്ള തസ്തികയിലേക്ക് ആളെ എടുക്കണം. അതുപോലെ തന്നെ പുതിയ നിബന്ധന പ്രകാരം 45 വയസ്സ് കഴിഞ്ഞവരെയും TTC B.Ed ഇഷ്ടംപോലെ ആളുകളുണ്ട്, അവരെല്ലാം ഒഴിവാക്കി കുറച്ച് വേറെ ആൾക്കാരെ എടുക്കണം എന്ന് പറയുന്ന ഒരു താല്പര്യമാണ് നയിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് അവർ അതിശക്തമായ അനിശ്ചിതകാല നിരാഹാരം പോലെയുള്ള സമരം ഗവൺമെൻറ്റിൽ ഇടപെടുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഗവൺമെൻറ് ഇടപെട്ടില്ലെങ്കിൽ വയനാടിൻ്റെ ആദിവാസി സമരങ്ങൾക്ക് ഉജ്ജ്വലമായ ചരിത്രമുള്ള ഒരു നാടാണ് വയനാട്. 1476 ആദിവാസികൾ ജയിലിൽ കിടന്നതാണ് UDF ഭരണത്തിന് കീഴിൽ. അങ്ങനെയാണ് ആദിവാസികൾക്ക് ഭൂമി കിട്ടിയത്. വലിയ പ്രക്ഷോഭത്തിലേക്ക് കേരളമാകെ നാടാകെ ശ്രദ്ധിക്കുന്ന വലിയ പ്രക്ഷോഭത്തിലേക്ക് ആദിവാസികളെ തള്ളിവിടാതിരിക്കാനുള്ള ഉത്തരവാദിത്തം പട്ടികവർഗ വകുപ്പ് മന്ത്രിക്കുണ്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുണ്ട്. വയനാട്ടിലെ 3 MLA-മാരിൽ ഒരാൾ മന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് സമരം നടക്കുന്നത്, അദ്ദേഹത്തിന് അതിൽ ഉത്തരവാദിത്വമുണ്ട്. 2 പേർ പട്ടികവർഗ MLA-മാരാണ്, IC ബാലകൃഷ്ണനും ഉഷാ വിജയനും പട്ടികവർഗ MLA-മാരാണ്, അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഉജ്ജ്വലമായ ആദിവാസി പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരും. ഈ സമരം വലിയ രീതിയിൽ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും വയനാട്ടിൽ.